ഞാൻ ദേ കാപ്പിയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമണി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെന്ന് ഞാൻ കുറച്ച് പാല് കൊടുത്തു. പിന്നെയാണ് ഈ ഒരു വൈറ്റമിൻ D3 കൊടുക്കണമല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തിട്ട് കൊടുത്തു കേട്ടോ. കാരണം പിന്നീട് ഇനി മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട്. കാരണം ഇത് നമ്മൾ ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ലല്ലോ, ഒരു വർഷം ഇങ്ങനെ കൊടുക്കേണ്ടതല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊരു 3-4 ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബോക്സും കൂടെയാണ് ഉള്ളത്. അങ്ങനെ ദേ ഇവിടെ കുറേ കൊറിയർ കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്. നമുക്കിനി ബാക്കിയുണ്ട് കേട്ടോ. ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെയൊക്കെ കൊളാബിന് വേണ്ടിയിട്ട് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വിഷ്ണു അങ്ങ് വീട്ടിൽ നിന്ന് ഇങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ മുകളിലിരിക്കുന്നതൊക്കെ ഡൈപ്പേഴ്സും അതുപോലെ തന്നെ ഫീഡിങ്ങിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറയണത് നമുക്ക് യൂട്യൂബിൻ്റെ പ്രൊമോഷൻ ഉള്ളതാണ്. ഹഗ്ഗീസ് അല്ല കേട്ടോ, അതിൻ്റെ അടിയിരിക്കുന്ന ബോക്സാണ്. അപ്പോൾ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം പേജായ സിഗ്നേച്ചർ സാരി സ്റ്റുഡിയോ എന്ന് പറയുന്ന പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പേജിൽ നിന്നാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അൺബോക്സ് ചെയ്തതാണ്. കാരണം ആ സാധനം തന്നെയാണോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. ഇതിന് മുമ്പ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഓപ്പൺ ആക്കിയത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ ആ ഫോട്ടോയിൽ കണ്ടേക്കാട്ടി കിഡിലായിട്ടുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡ് തോന്നിക്കുന്നതാണ്. ഒരു പീക്കോക്ക് ബ്ലൂവും ഗ്രീനും ഉണ്ടല്ലോ, അതായത് പീക്കോക്ക് ആ ഒരു കളർ ഉണ്ടല്ലോ, അതിൻ്റെ ഡബിൾ ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. കുറേ സാധനങ്ങൾ വന്നിരിപ്പുണ്ട്. കുറേയൊക്കെ അങ്ങ് ചെമ്പഴന്തിയിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഒന്ന് ഒരുങ്ങിയൊക്കെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലായിട്ടില്ല എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. പുറമേയുള്ള എൻ്റെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഓയിൽമെൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അകത്തെ സ്റ്റിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിപ്പോഴൊന്നും ഉണങ്ങാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ ദേ നമ്മുടെ വാവ ബേക്കിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ അവ അവിടെ കിടക്കുന്നത് കൊണ്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഒരുങ്ങിയിട്ട് 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോസാണ്. അല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന് അങ്ങനെയൊന്നും എടുത്തതല്ല കേട്ടോ. അങ്ങനെ ഇനി ഇതുവരെയായിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമേ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ എടുത്തതാണ് ആ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാരിയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു. എന്തായാലും അമ്മയ്ക്ക് തന്നെ കൊടുക്കാമെന്ന് വെച്ചു. കാരണം എനിക്ക് എന്ത് സാരി കിട്ടിയാലും അത് ഞാൻ ആർക്കെങ്കിലുമൊക്കെയാണ് കൊടുക്കണത്. ഇപ്പം എന്തായാലും കൊടുക്കണത് അമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ. കാരണം മുമ്പൊക്കെ കുറേ സെറ്റ് സാരി അതുപോലെ തന്നെ സെറ്റുമുണ്ട്, ധാവണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ പേർക്ക് അങ്ങ് എടുത്ത് വെറുതെ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമ്മയും പറഞ്ഞ് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അമ്മയുടെ ഒരു ബ്ലൗസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് നോക്കുവാണ്. കാരണം വേറെ ഇൻസ്റ്റാഗ്രാമിലൊരു ഇൻഫ്ലുവൻസർ സെയിം ഇതേപോലത്തെ ഒരു സാരിയും ആ ഒരു മോഡലിലുള്ള ബ്ലൗസാണ് ഇട്ട് കണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാച്ചാവും എന്നൊക്കെ നോക്കാണ്ട്. ഇനി ഇത് മാച്ചായില്ലെങ്കിൽ വേണം എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്ലൗസ് സെറ്റാക്കിയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ.